പറഞ്ഞ കേരള ഹൈക്കോടതി ഞാൻ ഫയൽ ചെയ്തത് കേട്ടോ. പറ്റീഷണർ കണ്ട ഉനൈസ് കണ്ട ഉനൈസ്. ഞാനന്ന് പരാതിയുമായിട്ട് ഹൈക്കോടതി പോയിന്. ഹൈക്കോടതിയിൽ ഞാൻ പോയത് DNA ടെസ്റ്റിനെതിരായിട്ട് പോയിന്. തലശ്ശേരി കോടതിയിൽ DNA ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് DNA ടെസ്റ്റ് 2021 ജനുവരിയിൽ ഓർഡർ ചെയ്തിട്ടാണ് 2022 മാർച്ച് 15 മാസം കഴിഞ്ഞിട്ട് തലശ്ശേരി കോടതി തന്നെ പോകാൻ വിട്ടത്. ജഡ്ജി ഓർഡർ ചെയ്തിട്ടും ശിരസ്തറും ഷബീർ വക്കീലും ഇതിൻ്റെ പിന്നിൽ DNA ടെസ്റ്റ് ഞാൻ എങ്ങനെയല്ലോ ആക്കി വക്കീലിമാരെ അടക്കം മാറ്റിയിട്ടും എൻ്റെ വക്കീലിനെ സ്വാധീനിക്കലാണ്. വക്കീൽമാരെ അടക്കം ഞാൻ മാറ്റിയിട്ടും DNA ടെസ്റ്റ് വന്നിട്ട് റിസൾട്ട് വന്നിട്ട് എനിക്ക് തരാണ്ട് തന്നെ 20 ദിവസം കളിപ്പിച്ചത്. എനിക്ക് തന്ന DNA ടെസ്റ്റ് കണ്ട നിങ്ങൾ എഡിറ്റിംഗ് ആണ്. ഈ മാച്ചിങ് കണ്ട നിങ്ങൾ അതിൽ അണ്ടർലൈനിൻ്റെ രണ്ടാമത്തെ മാച്ചിങ് കണ്ട. രണ്ടാമത്തെ മാച്ചിങ് എനിക്ക് അനുകൂലമായി എഡിറ്റ് ചെയ്ത് കയറ്റി തന്നത്. അതുപോലെ പിന്നെ അക്കൗണ്ടൻ്റ് എന്ന് കണ്ട. അക്കൗണ്ടൻ്റ് ആദ്യത്തെ ഒക്കെ രണ്ടാമത്തെ അക്കൗണ്ടൻ്റ് എഡിറ്റിംഗ് ആണ്. അതുപോലെ ബയോളജിക്കൽ ഫാദറും എഡിറ്റിംഗ് ആണ് ചെയ്തതിന്. ഇതുപോലെ നിങ്ങൾ സൈഡ് മഷിയേറിയിട്ടണ്ട എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് എടുത്ത കോപ്പി എന്നെ പറ്റിക്കാൻ നോക്കിയതാണ്. എനിക്ക് ഒറിജിനൽ ഇതുവരെ കാണിച്ച് തന്നിട്ടില്ല. കോടതി എൻ്റെ അവകാശം നിഷേധിച്ച് അതിനെതിരെ ഞാൻ ചോദ്യം ചെയ്തതിന്. അതിന് ഞാൻ ഹൈക്കോടതിയിൽ പോയിന്. ഹൈക്കോടതിയിൽ ഞാൻ ഇപ്പോൾ ഉള്ളത്. ഹൈക്കോടതി എനിക്ക് വിധി എനിക്ക് അനുകൂലമായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ചങ്ങാതി ഈ കുടുംബത്തിൽ കയറിയിട്ട് നല്ല കളിയാണ് കളിച്ചു കൂട്ടുന്നത്. ഇദ്ദേഹത്തിൻ്റെ മരുവോനാണ് ഈ ഫസീല എന്ന് പറഞ്ഞ പെൺകുട്ടിയായിട്ടുള്ള ബന്ധം. ഈ മരുവോനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഈ പാടുപെടുന്നത് വെച്ചും. ഇത് എന്തായാലും എനിക്കിത് തെളിയിക്കണമെന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഹൈക്കോടതി എനിക്കൊരു വിധി DNA ടെസ്റ്റ് ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഹൈക്കോടതി ചെയ്താൽ ഇയാൾക്ക് ആരെയും സാധീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഈ തലശ്ശേരി കോടതിയിൽ STPI ഷബീർ വക്കീലാണ് അദ്ദേഹത്തിന് എല്ലാ തലശ്ശേരി കോടതിയും സ്വാധീനം ചെലുത്തി കൊടുക്കുന്നത്. എനിക്ക് കോടതിയൊന്നും പിടിപാടില്ലെനോ. ഈ കേസ് വന്നതിന് ശേഷം ഞാൻ ഇതെല്ലാം അറിയാൻ തുടങ്ങിയത്. ഇങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്ത് എടുക്കുന്നതാണ്ടാണ് എനിക്കിത് മനസ്സിലായിന്. ഇതിനെതിരെ ഞാൻ ഓഫീസിൽ പോയിട്ട് ചോദിച്ചിന്. ഞാൻ ഈ കേസ് നടക്കുന്ന സമയത്ത് 3 വക്കീലിനെ മാറ്റി. എൻ്റെ 3 വക്കീലിന് ഇദ്ദേഹത്തെ സ്വാധീനിച്ചിട്ട് ഞാൻ ചെയ്യാൻ വിടുന്നില്ലായിരുന്നു. ഞാൻ പറയുന്നതെന്നല്ല ചെയ്യൽ. എന്നിട്ട് 1 വർഷം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് വിധി എനിക്കെതിരെ പെൺകുട്ടിക്ക് കൂടെയാണ് നിൽക്കുന്നത്. അതിനാണ് ഞാൻ ഹൈക്കോടതി പോയിന്. ഹൈക്കോടതിയിൽ നിന്ന് BNS നിയമപ്രകാരം തടസ്സങ്ങളുണ്ടായിരുന്നേനു. ഇപ്പോൾ കഴിഞ്ഞ മാസം സുപ്രീം കോടതി ഒരു ഓർഡർ പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് എനിക്ക് DNA ടെസ്റ്റ് ഓർഡർ ആവുന്ന എൻ്റെ ഹൈക്കോടതി വക്കീൽ പറഞ്ഞത്, എനിക്ക് തലശ്ശേരി കോടതി ഫാമിലി കോർട്ടിൽ നിന്നും എനിക്ക് DNA ടെസ്റ്റ് ചെയ്തതിൽ DNA വ്യക്തമാക്കുന്നൊരു കളർ പേജ് ഉണ്ട്. അതിൽ DNA റെഡ് ബ്ലൂ ഇങ്ങനെ കളറായിട്ട് കൊടുത്തതിന് പിതാവിൻ്റെ കളർ ഇങ്ങനെ മാതാവിൻ്റെ കളറായിട്ട് ആ ഒരു പേജ് തന്നു കഴിഞ്ഞാൽ എനിക്ക് തിരിയുന്നത് കൊണ്ട് ആ പേജ് ഒഴിവാക്കിയിട്ട് അവർ വെട്ടിയിട്ട് എനിക്ക് തന്നിന്. ആ പേജ് ഒഴിവാക്കിയിട്ട് തന്നിന്. അത്രത്തോളം ചതിയാണ് എന്നോട് തലശ്ശേരി ഫാമിലി കോർട്ടിലുള്ള ശിരസ്തർ ചെയ്തു വെച്ച് ഷബീർ വക്കീലും കൂടി ചെയ്തു വെച്ചാണ്. ഇത് കോടതിയിൽ നിന്ന് തന്നങ്ങ് വാങ്ങിപ്പോവല്ലേ, ഇതിനെതിരെ ചോദ്യം ചെയ്യില്ലാന്ന് അവരെ വിചാരം. കോടതി തരുന്നതല്ലേ. ഞാൻ എഡിറ്റിംഗ് കണ്ടുകൊണ്ടാണ് ചോദ്യം ചെയ്തത്. അത് മുതലാണ് അവരെന്നെ ഒളിപ്പിക്കൽ തുടങ്ങിയത്. സാധനം കാണിച്ചു തരാണ്ട്, ഒറിജിനൽ കാണിച്ചു തരാണ്ട് ഞാൻ ചോദ്യം ചെയ്തതിന് ശേഷം ഞാൻ DNA ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വക്കീലുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് ഞാനും പോയി ചോദിച്ചിട്ട് അവർക്ക് തരാൻ പറ്റിയില്ല. അത് എൻ്റെ അവകാശമാണ് അവർ നിഷേധിച്ചത്. ഇതിനെതിരെ ഞാൻ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുന്നു.